ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് പലരും ചോദിക്കുന്നൊരു സംശയമാണ് 4% വായ്പയ്ക്കുള്ള കാർഷിക ലോണുകൾ, സ്വർണം വെച്ചിട്ടുള്ള കാർഷിക വായ്പകൾ അതെങ്ങനെ കിട്ടും, അതെടുക്കാൻ എന്തൊക്കെ രേഖകളാണ് വേണ്ടത്, എത്രയാണ് പലിശ നിരക്ക് വരുന്നത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എന്നോട് ഒരുപാട് പേർ പലപ്പോഴായി ഫോണിലൂടെയും നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമൻറ്റുകളായൊക്കെ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ 4% സ്വർണ്ണ വായ്പ, കാർഷിക വായ്പ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കർഷകർക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് RBI വഴി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് 4% കാർഷിക വായ്പ എന്നത്. 3 ലക്ഷം രൂപ വരെ ഒരു കർഷകന് ഒരു സാമ്പത്തിക വർഷം വായ്പ എടുക്കാം. അതിന് 4%മാണ് പലിശ നിരക്ക് വരുന്നത്. ബാങ്കുകൾക്ക് കിട്ടുന്നത് 8.5%. ബാക്കി വരുന്ന 4.5%, അതായത് കർഷകൻ അടയ്ക്കുന്ന 4%-ന് ഉപരിയായി മുകളിൽ വരുന്ന 4.5% സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡിയായി ബാങ്കുകൾക്ക് കൊടുക്കുന്നു. അപ്പോൾ 8.5% വരുന്ന കാർഷിക വായ്പ ബാങ്കുകൾ 4%-ന് കർഷകർക്ക് ലഭ്യമാക്കുന്നു. അപ്പോൾ സ്വർണ്ണ വായ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വർണം അല്ലാണ്ട് ഭൂമിയോ മറ്റോ പണയം വെച്ച് ഈ വായ്പ എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 25,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ഈ വായ്പ എടുക്കാൻ പറ്റും. പക്ഷേ സ്വർണം വെച്ചിട്ടാണ് ഈ വായ്പ എടുക്കുന്നതെങ്കിൽ 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ എടുക്കാൻ പറ്റും. കാരണം 2 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള ലോണുകൾക്ക് കൊളാട്ടറലായി എന്തെങ്കിലും വാങ്ങിക്കുവാൻ RBI ബാങ്കുകളെ അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് മിനിമം 2 ലക്ഷം രൂപ എടുക്കണം ഈ 4% കാർഷിക വായ്പ സ്വർണം വെക്കുവാനായിട്ട്. പിന്നെ വരുന്നത് അതിൻ്റെ എന്തിനാണ് ഈ കാർഷിക വായ്പ നൽകുന്നത്, അല്ലെങ്കിൽ സ്വർണം ഈടായെടുത്ത് എന്തിനാണ് ഈ വായ്പ നൽകുന്നത്? അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃഷിക്ക് വേണ്ടിയാണ് ഈ പണം ബാങ്കുകൾ കർഷകർക്ക് അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൃഷിക്ക് ഏകദേശം വരുന്ന 1 വർഷ കാലയളവാണ് തിരിച്ചടവായി ഈ വായ്പയ്ക്ക് ബാങ്കുകൾ നൽകുന്നത്, അല്ലെങ്കിൽ RBI അനുവദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ റിക്വയർമെൻറ്റ് സ്വർണം വേണം. അതല്ലാണ്ട് ഏറ്റവും ആദ്യം വേണ്ടി വരുന്നത് ഭൂമിയുടെ ലഭ്യതയാണ്. അപ്പോൾ കാർഷിക വായ്പ എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരിൽ കുറച്ച് സ്ഥലം വേണം. അയാൾക്കാണ് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ വിള അനുസരിച്ചാണ് എത്ര രൂപ കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചിട്ടുള്ള സ്കെയിൽ ഓഫ് ഫിനാൻസ് എന്ന് പറയും. 1 ഏക്കർ കൃഷി ചെയ്യുന്നതിന് ഇത്ര രൂപ കൊടുക്കാം, റബ്ബർ കൃഷിയാണെങ്കിൽ ഇത്ര രൂപ കൊടുക്കാം, തെങ്ങാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഇത്ര രൂപ കൊടുക്കാം, പച്ചക്കറികളും ഏത്തപ്പഴവും ഏത്തവാഴ പോലെയുള്ള കൃഷികളാണെങ്കിൽ ഇത്ര രൂപ കൊടുക്കാം. അങ്ങനെയാണ് ഈ എമൗണ്ട് തീരുമാനിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പച്ചക്കറി എടുത്താൽ ഏകദേശം 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഏക്കറിന് കിട്ടും. അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ ഏകദേശം 1.5 ഏക്കർ 2 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ പുള്ളിക്ക് അദ്ദേഹത്തിന് ഈ കാർഷിക വായ്പ അവൈൽ ചെയ്യാൻ പറ്റും. സ്വന്തം പേരിൽ സ്ഥലമില്ലെങ്കിൽ നമുക്ക് ലീസ് എഗ്രിമെൻ്റ് വഴി കൃഷി ചെയ്യുന്ന കർഷകർക്കും ഈ വായ്പ എടുക്കാം. നമ്മുടെ നാട്ടിലുള്ള സ്ഥലമുള്ള ഭൂമിയുള്ള ആളുകളിൽ നിന്നും ലീസായി എടുത്ത് ലീസിന് കൃഷി ചെയ്യാൻ എടുക്കുന്ന ആ ഉടമ്പടി, ലീസ് എഗ്രിമെൻറ്റ് ബാങ്കുകളിൽ സമർപ്പിച്ച് നമുക്ക് ഈ വായ്പ ലഭ്യമാക്കാൻ പറ്റും. ഒരു കുടുംബത്തിലാണെങ്കിൽ, ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ ഭൂമിയാണെങ്കിലും നമുക്ക് ആ കുടുംബത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഒരു സമ്മതപത്രം വാങ്ങിച്ച് ഈ വായ്പ ലഭ്യമാക്കാൻ പറ്റും. ഇന്നയാൾക്ക് കൃഷി ചെയ്യാനായി ഈ ഭൂമി ഈ കുടുംബത്തിലെ എല്ലാ ആളുകളും ചേർന്ന് കൊടുത്തിരിക്കുന്നു എന്നുള്ള സമ്മതപത്രം കാണിച്ചാൽ നമുക്ക് ഈ വായ്പ ലഭ്യമാക്കാൻ പറ്റും. ഇത് ഓരോ വർഷവും ഇതിൻ്റെ മുതലും പലിശയും അടച്ച് പുതുക്കണമെന്നാണ്. ചില ബാങ്കുകൾക്ക് നിബന്ധനകളിൽ കുറച്ച് ഇളവുകളുണ്ട്. അവർക്ക് പലിശ മാത്രം അടച്ച് പുതുക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. മറ്റു ചില ബാങ്കുകൾക്ക് മുതലും പലിശയും അടച്ച് പുതുക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ ഭൂമിയിൽ ചെയ്യുന്ന കൃഷിക്കല്ലാതെ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, ആനിമൽ ഹസ്ബൻഡറി, അതായത് പശുവിനെ വളർത്തുന്നവർ, ആട് വളർത്തുന്നവർ, കോഴി വളർത്തുന്നവർ, മുട്ടക്കോഴി വളർത്തുന്നവർ, ഇറച്ചിക്കോഴി വളർത്തുന്നവർ, ഇവർക്കൊക്കെ ഈ വായ്പ അവൈലബിൾ ആണ്, എടുക്കുവാൻ സാധിക്കും. അങ്ങനെ കൃഷി ചെയ്യുന്നതിൻ്റെ ലൈസൻസോ എത്രമാത്രമാണ് കൃഷി ചെയ്യുന്നതെന്ന് പഞ്ചായത്തിൽ നിന്ന് തരുന്ന ലൈസൻസും
പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് തരുന്ന സർട്ടിഫിക്കറ്റും മറ്റും ഹാജരാക്കേണ്ടി വരും അത്തരം കൃഷിക്കാണ് ഈ വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇത്രയുമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായി ചോദിക്കാൻ ഞാൻ മറുപടി പറയാം. കൂടാതെ മറ്റൊരു കാര്യം, സ്വർണത്തിന് ഏകദേശം നല്ല വിലയുള്ളതുകൊണ്ട് ഗ്രാം റേറ്റ് 8,000 രൂപ വരെ മിക്ക ബാങ്കുകളും കാർഷിക വായ്പയ്ക്ക് തരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.